ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലം ഇൻഫർമേഷനാണ്. നിങ്ങളിൽ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 500-600 പരം പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. നമുക്ക് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ സുതാര്യമായ വ്യവസ്ഥയിൽ എലിജിബിലിറ്റി ഒന്നും അധികം നോക്കാൻ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന NBFC ഏതുണ്ട്, ബാങ്ക് ഏതുണ്ട് എന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് എനിക്ക് ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് പൊട്ടിത്തകർന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടീംസുകളിൽ ഒരു 6-7 മാസത്തേക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം കിട്ടില്ല. നമ്മൾ ഓരോ എൻക്വയറി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിബിൽ സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻക്വയറീസ് വരും. സോഫ്റ്റ് എൻക്വയറി വരുന്ന ഓപ്ഷനും ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ അത് പറയാനുള്ള ഞാനൊരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ നമുക്ക് സാലറി വെച്ചുകൊണ്ടും സാലറി ഇല്ലാതെയും കുറഞ്ഞ സിബിലിലും, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ സിബിലിൽ ലോൺ കൊടുക്കുന്നത് 550 സിബിൽ സ്കോറാണ്. 525 കൊടുത്തിട്ടുണ്ട്. കാരണം ലോൺ എടുത്ത് അടച്ച് പൊട്ടിത്തകർന്നിരുന്നതിന് ശേഷം വീണ്ടും കുറച്ച് നല്ല രീതിയിൽ വന്നു. ഒരു 6-7 മാസം കഴിയുമ്പോൾ വീണ്ടും സിബിലില്ലാത്തവർക്ക് ലോൺ കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസും ഇപ്പോൾ നമുക്ക് ബാങ്കിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്നും ലോൺ കൊടുത്ത ചാനൽ വഴി NBFCയിൽ നിന്നും ബാങ്കിൽ നിന്നും ലോൺ കൊടുത്തതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് നോക്കിയപ്പോൾ ഈ രണ്ട് NBFCക്കാണ് കൂടുതലും ലോൺ അപ്രൂവൽ ആയിരിക്കുന്നത്. സിബിൽ ബേസിലും സാലറി ബേസിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് ആപ്പിൽ വഴിയാണ് ലോൺ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് അപകടമുണ്ട്, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയുന്നപ്പോൾ നിങ്ങൾ ചാടിക്കേറി എടുക്കാതിരിക്കുക. പിന്നെ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ എടുക്കുക. കാരണം ഇത് സാലറി ഉള്ള ആൾക്കാർക്ക്, സാലറി ഇല്ലാത്തവർക്ക്, അങ്ങനെ പല പല NBFC ഉണ്ട്. ഒരു ആപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരു NBFCയുടെ ആപ്പിൽ തന്നെ പല പല ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് 2 ബാങ്കാണ്. ഇത് സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരുപോലെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്കറിയാവുന്ന റാം ഫിൻകോർപ്പാണ് ഫസ്റ്റിലേ വന്നിരിക്കുന്നത്. റാം ഫിൻകോർപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹ്യൂജ് ഇൻട്രസ്റ്റാണ്, നമുക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പലിശയാണ്. പക്ഷേ അവരുടെ അപ്രൂവൽ റേറ്റ് 90-92% ആണ്. ഓക്കെ, കാരണം ആദ്യം എടുക്കുന്ന ഒരാൾക്ക് സിബിൽ ഇല്ലാതെ അവർക്ക് ലോൺ കൊടുക്കുന്നതാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500 അല്ലെങ്കിൽ ഒരു 500 മുകളിലുള്ള ആൾക്കാർക്കെല്ലാം അവർ ലോൺ കൊടുക്കും. പക്ഷേ അവരുടെ സൈറ്റിൽ പറയുന്നത് 650 വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 500 ഉള്ളവർക്കും ലോൺ അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അത്ര അർജൻസി ഏറെ ഒരു ഫിനാൻസും തന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ റാം ഫിൻകോർപ്പിനെ ആശ്രയിക്കുക. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് തോന്നുന്നു, നിങ്ങൾ റാം ഫിൻകോർപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു 10,000 രൂപ ലോൺ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഏകദേശം 7,000 സംതിങ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 8,000 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ട എമൗണ്ട് 13,000 രൂപ നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരും ഒരു മാസത്തിനുള്ള ആ ഒരു ഇൻ്റർവെല്ലിൽ. അപ്പോൾ നിങ്ങൾ ഏകദേശം 5,000 രൂപയാണ് ഒരു മാസം നിങ്ങൾ പലിശ കൊടുക്കുന്നത്. ഈ റാം ഫിൻകോർപ്പ് കാരണം ഒരുപാട് പേരുടെ സിബിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഒറ്റ കാരണം കൊണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ഓക്കെ നമുക്ക് പറ്റും, നിസ്സാരം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പൈസ ഇപ്പോൾ 1,000 രൂപ പോലും ഷോർട്ടേജ് വന്നാൽ നമുക്ക് ചില സമയത്ത് നമുക്കത് ഹാൻഡിൽ മറിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും നമുക്ക് അടുത്ത മാസം അടയ്ക്കുക. അങ്ങനെ സിബിൽ കുറയും, പിന്നെ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് റാം ഫിൻകോർപ്പിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 6 വട്ടമെങ്കിലും മാക്സിമം ആലോചിക്കുക. ക്യാഷ് കിട്ടും, പക്ഷേ ഇവരുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. കാരണം കമ്പനിയും കുറച്ച് ഉടായ്പെന്ന് വെച്ചാൽ വേറെ ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവർ ഏകദേശം പണ്ട് റാം ഫിൻകോർപ്പ് എന്നായിരുന്നു അവരുടെ ഫിനാൻസിൻ്റെ പേര്. ഇപ്പോൾ അത് കുന്ദൻ ഫിനാൻസ് എന്നാക്കി. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പ്ലേ സ്റ്റോറിൽ എനിക്ക് തോന്നുന്നു വീണ്ടും പേര് മാറ്റുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. ഇനിയും എനിക്ക് തോന്നുന്നു അവർ പേര് മാറ്റുമെന്ന് തോന്നുന്നു. ഇനി രണ്ടാമത്തെ ഫിനാൻസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. വളരെ സുതാര്യമായ വളരെ കുറഞ്ഞ പലിശയിൽ എനിക്ക് തോന്നുന്നു ഒരു സിബിൽ 550 മതി. 530 ഉള്ളവർക്കും കൊടുക്കും. അപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നില്ല. 550 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വന്നിട്ട് നമ്മുടെ ഈ ഒരു ഫിനാൻസിൽ എന്ന് വെച്ചാൽ ട്രൂ ബാലൻസ്. ഞാൻ ഇപ്പോൾ ഈ ട്രൂ ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല അപ്രൂവൽ റേറ്റുള്ള ഒരു NBFC ആണ്. ഏകദേശം റാം ഫിൻകോർപ്പ് പറഞ്ഞ പോലെ ഒരു
93% അപ്രൂവൽ റേറ്റുള്ള ഒരു എന്താ പറയുന്ന NBFC ആണ്. ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയാതെ തന്നെ എടുക്കുന്നവർക്ക് എല്ലാവർക്കും അവർ ജസ്റ്റ് എന്താ പറയുക 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ലോൺ തരുന്നതാണ്. അപ്പോൾ ഓൺലൈൻ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, പിന്നെ സാലറി ഉള്ളവർക്ക് അവർ കൂടുതൽ കൊടുക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ സാലറി ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നവർ ഒരു 5000 രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോളൂ. എന്നാൽ ഒരു 12ഉം 14ഉം സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് അവർ ലോൺ തരും. ഓക്കെ, ഇപ്പോൾ സാലറി ഇല്ലാതെയും ട്രൂ ബാലൻസിൽ നിന്ന് 1 ലക്ഷം വരെ ഞാൻ കൊടുത്താൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതല്ല, അത് തെളിവ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൂ ബാലൻസിൽ പൊതുവേ എന്താ പറയുക മറ്റ് ലോൺ ആപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ NBFC അപേക്ഷ നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൂ ബാലൻസ് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ നിന്ന് പോയി എടുക്കുക. ഓക്കെ, നിർബന്ധിക്കുന്നതല്ല, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിങ്കുകളൊന്നും മാറിപ്പോകരുത്. സാലറി ഉള്ളവർക്ക് എന്താ പറയുക ഒരു URL ആണ്, സാലറി ഇല്ലാത്തവർക്ക് വേറെ URL. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന URL ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സാലറി ഉള്ളവരും മീൻസ് സാലറി ഇല്ലാത്തവർ അത് തീർച്ചയായിട്ടും നിങ്ങളത് ഫില്ല് ചെയ്യുന്ന സമയത്ത് സാലറി ഇട്ടെന്ന് തന്നെ കൊടുക്കുക. സാലറി കിട്ടുന്നത് ഓൺലൈൻ എന്ന് തന്നെ മസ്റ്റായിട്ടും കൊടുക്കണം. ഞാൻ മുമ്പ് ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഒരു 5% ലോൺ റിജക്റ്റായി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിഞ്ഞാലേ നമുക്ക് പിന്നെ ട്രൂ ബാലൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ അപ്രൂവൽ പെർസെൻറ്റേജ് ഉള്ള ലോൺ ആപ്പുകൾ ഏതാണെന്ന്, ജെനുവിൻ ലോൺ ആപ്പുകൾ ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അതുകൊണ്ടാണ് റാം ഫിൻകോപ്പും ട്രൂ ബാലൻസും ഞാൻ ചെയ്തത്. അപ്പോൾ എന്താ പറയുന്നത്, ട്രൂ ബാലൻസ് പക്കയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റാം ഫിൻകോപ്പിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന്, കാരണം ഇത് കുറച്ച് അപ്രൂവൽ റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ചിന്തിക്കുക. വെറുതെ സിബിൽ നിങ്ങളുടെ എന്താ പറയുക ഡൗൺ ആക്കരുത്. സിബിൽ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, അത് മിസ്യൂസ് മീൻസ് നിങ്ങളത് കളയാതിരിക്കുക സിവിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.